എല്ലാവർക്കും നമസ്കാരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ അതിർത്തിയാണ്. ഈ അതിസമ്പന്നമായ പരിസ്ഥിതി വ്യവസ്ഥയുള്ള ദ്വീപിനെ തന്ത്രപരമായ ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന ഭീമാകാരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് വലിയ വിവാദങ്ങളാണ് ഉയർത്തുന്നത്. ഏകദേശം 1 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരുന്ന ഈ ഒരു വലിയ പദ്ധതിയിൽ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം, ഗ്രീൻഫീൽഡ് വിമാനത്താവളം, പവർ പ്ലാന്റ്, ടൗൺഷിപ്പ് എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. 2021 നീതി ആയോഗ് ആവിഷ്കരിച്ച ഈ പദ്ധതി ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാനാണ് പരിപാടി. ഇതിൻ്റെ പൂർണ്ണ തോതിലേക്ക് ഈ പദ്ധതി എത്താൻ ഇനിയും 20 വർഷങ്ങൾ കൂടി കഴിയും. എന്നാൽ വികസനവും സംരക്ഷണവും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ ഇതിനെ ഒരു വിവാദമാക്കി മാറ്റിയിരിക്കുന്നത്. എന്താണ് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്? എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? സത്യത്തിൽ ഈ ഒരു പദ്ധതിയെ നമ്മൾ എതിർക്കേണ്ടതാണോ അതോ അതിനെ നമ്മൾ അനുകൂലിക്കേണ്ടതാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്താണ്, ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഈ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് മലാക്ക കടലിടുക്കിന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ മൊത്തത്തിലുള്ള വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 30% കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റിന് സമീപമുള്ള സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് നൽകുന്ന ഒരു സ്ഥലമാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. ഇന്ത്യ ഇപ്പോൾ സിംഗപ്പൂരിലും കൊളംബോയിലുമൊക്കെയുള്ള തുറമുഖങ്ങളെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. പക്ഷേ ഈ പദ്ധതി വഴി കാർഗോ ട്രാഫിക് നമുക്ക് അനുകൂലമായിട്ട് വരുത്താനും ലോജിസ്റ്റിക്സ് കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം. സിവിൽ മിലിറ്ററി ഉപയോഗത്തിനുള്ള ഒരു വിമാനത്താവളം, 450 മെഗാവാട്ടിൻ്റെ ഒരു വലിയ ഗ്യാസ് സോളാർ പവർ പ്ലാന്റ്, കൂടാതെ ടൗൺഷിപ്പ് തുടങ്ങിയ ആശയങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന്, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമായി ഉറപ്പിക്കുന്നതിന്, ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നുള്ള ഒരു തന്ത്രത്തെ ചെറുക്കുന്നതിന് ഒക്കെ തന്നെ നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള വലിയ പൊസിഷൻ നൽകുന്ന സ്ഥലമാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. പൂർവ്വ ഏഷ്യയിലെ ഹോങ്കോങ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പലരും വിശേഷിപ്പിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പൊസിഷനാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൻ്റെ ഡെവലപ്മെൻറ്റിൽ കൂടി നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനം. അടുത്തത്, ഈ പദ്ധതി എത്രത്തോളം വലുതാണ് എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. മൊത്തം ഏതാണ്ട് 166 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതിൽ 130 ചതുരശ്ര കിലോമീറ്ററിലധികം വനമേഖലയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശങ്കകൾ എന്താണ്? പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കുറേ പരിസ്ഥിതി വിദഗ്ധർ, പരിസ്ഥിതി പ്രവർത്തകർ ഇവരെല്ലാം തന്നെ കുറേയധികം ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഏകദേശം 10 ലക്ഷത്തിനടുത്ത് മരങ്ങൾ ഇതിനുവേണ്ടി വെട്ടിമാറ്റേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ മേഖലയുടെ തന്നെ ബയോഡൈവേഴ്സിറ്റിയെ സാരമായി ബാധിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൻ്റെ ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഉഷ്ണമേഖലാ മഴക്കാടുകളാണിത്. കൂടാതെ കോറൽ റീഫുകളുണ്ട്, അവിടെ പവിഴപ്പുറ്റുകളുണ്ട്. ലെതർബാക്ക് ആമകളുടെ നെസ്റ്റിംഗ് ഏരിയയാണ് ഇത്. കൂടാതെ നിക്കോബാർ മെഗാപോഡ്, പക്ഷി, ക്രോക്കഡൈൽ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയുണ്ട്. സമുദ്രവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ഘടനയിൽ വ്യത്യാസമുണ്ടാകാനുള്ള ഭീഷണിയുണ്ട്. ദ്വീപ് ഭൂകമ്പ സുനാമി മേഖലയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്കയുണ്ട്. 2004 ഉണ്ടായിരിക്കുന്ന സുനാമി ഈ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൂടാതെ അവിടെ ഷോംപെൻ എന്നുള്ള ഒരു ഗോത്ര വിഭാഗമുണ്ട്. അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ, നിക്കോബാർ ദ്വീപിലുള്ള ആൾക്കാർ, അവരുടെ ജീവനും സംസ്കാരത്തിനും വലിയ അപകടമുണ്ടാകും എന്നൊരാശങ്കയുണ്ട്. ഇതുകൂടാതെ വനാവകാശ നിയമം പൂർണ്ണമായി പാലിക്കാൻ കഴിയില്ല, അതിന് ലംഘനമാകും എന്നുള്ള ഒരു ഭീതിയുണ്ട്. ഗോത്രപ്രദേശങ്ങളിൽ കഴിയുന്ന ആൾക്കാരുടെ ആശങ്കകളുണ്ട്. അവർക്ക് വലിയ ജനസംഖ്യാ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. തന്നെയല്ല, ആ പ്രദേശവുമായി ഇഴചേർന്ന് വലിയ ബന്ധത്തോടുകൂടി കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവരുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിക്ക് വലിയ ആഘാതമുണ്ടാക്കും. ഒരുപക്ഷെ അത് അവരുടെ ഒരു ജനസൈഡിൽ തന്നെ കലാശിക്കും എന്ന തരത്തിലുള്ള ആശങ്ക ഉയർത്തുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പാരിസ്ഥിതിക പഠനം അപര്യാപ്തമായിരുന്നു എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ശാസ്ത്രജ്ഞരെ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദത്തിലാക്കി എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളുമുണ്ട്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിനെയും അവരുടെ ജീവനെക്കുറിച്ചുമുള്ള കുറേയധികം ആശങ്കകൾ, ജീവജാലങ്ങളെക്കുറിച്ചിട്ടുള്ള മറ്റ് ആശങ്കകൾ, ഇതെല്ലാം തന്നെ ഇതിനെ എതിർക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനി എന്തൊക്കെ തരത്തിലുള്ള അനുമതികളാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പഠനമാണ്, പരിഹാര നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതാണ്. ഈ പദ്ധതി 2006 എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പാരിസ്ഥിതിക ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട 2019 ആക്ട് പ്രകാരം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്.
കൂടാതെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം കൂടി ഈ പദ്ധതിയുടെ സാങ്കത്യം പരിശോധിച്ചിട്ടുണ്ട്. അതിനവസാനം കേന്ദ്ര മന്ത്രാലയം 42 വ്യവസ്ഥകളോടുകൂടിയാണ് ഇതിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റ് എന്നതിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് അഥവാ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്, ഈ പദ്ധതിയിൽ വലിയ തരത്തിൽ വനംമാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 10 ലക്ഷം മരങ്ങൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ഒരു കോമ്പൻസേറ്ററി നടപടി എന്ന രീതിയിൽ മെയിൻലാൻഡ് ഇന്ത്യയിൽ, അതായത് നമ്മുടെ രാജ്യത്തെ ഹരിയാനയിലും മധ്യപ്രദേശിലുമായിട്ട് വലിയ ഭൂവിഭാഗങ്ങൾ ഇതിനോടകം തന്നെ നോട്ടിഫൈ ചെയ്തിട്ട് അഫോറസ്റ്റേഷൻ നടത്തുന്നതിനുള്ള പരിപാടികളും രൂപീകരിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അറിയാനുള്ളത്, ഇതിന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നാണ്. 2021 ക്ലിയറൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം 2023 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു ഹൈ പവേർഡ് കമ്മിറ്റിയെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചു. ഈ വർഷം ആദ്യം ഫെബ്രുവരി മാസത്തിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈ പദ്ധതിക്ക് അനുമതി നൽകുകയും ചെയ്തു. ഇതിൻ്റെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി മതിയായിട്ടുള്ള സുരക്ഷാ നടപടികളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ ക്ലിയറൻസ് നൽകിയിരിക്കുന്ന തീരുമാനത്തിനെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അപ്രൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കോറൽ ട്രാൻസ്ലൊക്കേഷൻ, കൂടാതെ ആമകളുടെ സംരക്ഷണം, ഫേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, 2 പതിറ്റാണ്ടുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന വലിയ പദ്ധതികൾ, എമർജൻസി കണ്ടിജൻസി പ്ലാനുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൻസേറ്ററി നടപടികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഗലാത്തിയ ഉൾപ്പെടെയുള്ള സാങ്ച്വറികൾ ഡീനോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റിടങ്ങളിൽ പുതിയ സാങ്ച്വറികൾ റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഹരിയാനയിൽ എഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് 17,000 ഹെക്ടർ ഭൂമിയും മധ്യപ്രദേശിൽ 6,320 ഹെക്ടർ ഭൂമിയുമാണ് ഇതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ആൻഡമാൻ നിക്കോബാറിൽ ഏതാണ്ട് 75% വനഭൂമി ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം മെയിൻലാൻഡ് ഇന്ത്യയിലാണ് ഇതിൽ കൂടുതൽ വനഭൂമി ഇനി കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടേണ്ടുന്ന നടപടികൾ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കേണ്ടുന്ന മാർഗ്ഗങ്ങൾ, അതെല്ലാം തന്നെ കൃത്യമായി അവലംബിച്ചതിന് ശേഷമാണ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പദ്ധതി എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പല പദ്ധതികളുടെയും അടിസ്ഥാനത്തിൽ 42 വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതിക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 30% ട്രേഡ് നടക്കുന്ന ഒരു ഭാഗം, അവിടെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സാന്നിധ്യം നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയിലെ ട്രേഡിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തികവും ടെറിട്ടോറിയലുമായിട്ടുള്ള സുരക്ഷ എന്നത് വളരെ കൂടുതലാണ് എന്നതിനെക്കുറിച്ചാണ് ഇതിൻ്റെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി പൂർത്തിയാവുകയാണ് എങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്ത്രപരവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പരിസ്ഥിതി മേഖലകളിൽ ഒന്നിനെ കൃത്യമായി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതിന് പകരമായിട്ടുള്ള കോമ്പൻസേറ്ററി മെഷേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, പ്രാദേശിക വികസനവും പ്രകൃതി സംരക്ഷണവും തമ്മിലുള്ള സന്തുലനാവസ്ഥ എങ്ങനെ നിലനിർത്താം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണിത്. ഇതിൻ്റെ ആശങ്കകൾ കൃത്യമായി പരിഹരിക്കപ്പെടാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി മാത്രം എതിർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഇനി വരുന്ന ഒരു വേൾഡ് ഓർഡറിൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ലോകത്ത് കിട്ടാൻ പോകുന്ന സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജിനെ ഇല്ലാതെയാക്കാൻ അത് കാരണമായേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ എതിർക്കുന്ന ആൾക്കാർ കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് പകരമായി ഇതുമായി ബന്ധപ്പെട്ട എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എങ്ങനെയാണ് നേടിയിരിക്കുന്നത്, അതിൻ്റെ തർക്കങ്ങൾ പരിഹരിച്ചിരിക്കുന്ന രീതി എന്താണ്, കണ്ടെത്തലുകൾ എന്താണ്, ഇതിന് പാരിസ്ഥിതികമായിട്ടുള്ള അനുമതി നൽകുന്നതിൻ്റെ ഭാഗമായി കർശനമായി നടപ്പാക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന 42 ഇന പദ്ധതി എന്താണ്, അതിൻ്റെ പ്രോഗ്രസ് എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിനെ എതിർത്താൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു സമീപനം സ്വീകരിച്ചാൽ അതാവും ആ പ്രദേശത്തിനും അവിടെയുള്ള മനുഷ്യർക്കും അവിടെയുള്ള ജീവജാലങ്ങൾക്കും നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിലും ഹിതകരമാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.